അറിയാണോ? ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സൺഡേ നൈറ്റ് വീഡിയോ ആണ് കേട്ടോ. സൺഡേ നൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 7 മണിക്ക് ശേഷം കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം, ഈ സൺഡേ ഉച്ചയ്ക്ക് ശേഷം ഭയങ്കര ഇടിയും മിന്നലും മഴയൊക്കെ ആയിരുന്നു. എല്ലായിടത്തും അങ്ങനെയൊക്കെ ആയിരുന്നെന്ന് തോന്നുന്നു കേട്ടോ. പെട്ടെന്ന് വന്നൊരു ഇടിയും മിന്നലും മഴയൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ വൈകുന്നേരത്ത് കപ്പയും ബീഫൊക്കെ വാങ്ങിച്ച്. അപ്പോൾ അങ്ങനെ കപ്പയും ബീഫൊക്കെ വെക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇന്ന് ചോറിന് മീനായിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് വൈകുന്നേരത്ത് ബീഫ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കപ്പയും കൂടി വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ കപ്പയെ പുഴുങ്ങി ബീഫ് കറിയൊക്കെ വെക്കാമെന്നുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഞാൻ ദേ സവാളയൊക്കെ എടുത്ത് അരിയാൻ വേണ്ടിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ പുഴുങ്ങാൻ വേണ്ടി ആദ്യമേ അങ്ങ് വെച്ചു. അപ്പോൾ ബീഫ് കഴുകാൻ വേണ്ടി ഞാൻ വെച്ചിരിക്കുകയാണ്. അപ്പം സവാള അരിഞ്ഞ് എല്ലാം അരിഞ്ഞൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അവൾ ചിഞ്ചു ആയിരിക്കും വെക്കുന്നത്. അപ്പം ഞാൻ എല്ലാം ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് അങ്ങ് മാറാമെന്ന് വിചാരിച്ചു. അപ്പോൾ സവാളയും അപ്പോൾ അതിനകത്ത് രമ്പ ഇലയാണ് കേട്ടോ. കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ബീഫ് വാങ്ങിച്ചപ്പോഴത്തേക്കിന് വാങ്ങിച്ച ഈ രമ്പ ഇലയാണ്. അതും കൂടി ഇങ്ങ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലായിരുന്നു, സവാളയുടെ കൂടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതും കൂടി ഇന്നങ്ങ് എടുത്ത് വെച്ചു കേട്ടോ. അപ്പം ബീഫിനകത്തൊക്കെ ഇട്ടാൽ ഭയങ്കര ടേസ്റ്റാണല്ലോ രമ്പ ഇല. അപ്പോൾ അതും കൂടെ കഴുകി എടുത്ത് വെച്ചു. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചുമൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം എടുത്തൊക്കെ കൊടുത്തിട്ട് ഞാനങ്ങ് മാറും. അപ്പോഴത്തേക്കിന് നമ്മുടെ കപ്പ പെട്ടെന്ന് തിളച്ചു കേട്ടോ. നല്ല പെട്ടെന്ന് വേകുന്ന കപ്പയായിരുന്നു. അപ്പോൾ അതേ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയൊക്കെ ഇട്ട് കുറച്ചും കൂടി ഒന്ന് വേകാൻ വേണ്ടിയിട്ട്. കപ്പയൊന്നും പുഴുങ്ങാൻ വേണ്ടി വെക്കുമ്പോൾ ഞാൻ അങ്ങനെ കുക്കറി വെക്കാറേ ഇല്ല. കുക്കറി വെക്കുമ്പോഴത്തേക്കിനും അത് നമ്മൾ ഈ കപ്പ പുഴുങ്ങുമ്പോഴത്തേക്കിനും ഇങ്ങനെ കഷ്ണമായിട്ട് കിടക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുക്കറി ഇടാറേ ഇല്ല. ഇങ്ങനെ ചരുവത്തിലോ കലത്തിലോ ഒക്കെ വെച്ചിട്ട് പുഴുങ്ങിയെടുക്കുകയാണ് ചെയ്യാറുള്ളത്. കുക്കറി എടുക്കുമ്പോൾ എനിക്ക് ആ കുഴഞ്ഞിരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ട് അപ്പം പുഴുങ്ങിയെടുത്തിട്ട് കുറച്ച് രഘുചേട്ടന് ഇഷ്ടമുള്ള രീതിയിൽ, അതായത് തേങ്ങയൊക്കെ ഇട്ട്, അതായത് തിരുവനന്തപുരം സ്റ്റൈലിലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുകൊക്കെ പൊട്ടിച്ചിട്ട് അതിൽ തേങ്ങയിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ പുഴുങ്ങിയ കപ്പയും കൂടി ഇട്ട് ഇളക്കിയെടുക്കും, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ അതാണ് തിരുവനന്തപുരം സ്റ്റൈലെന്ന് പറഞ്ഞാൽ. അത് കഴിക്കാൻ രഘുചേട്ടന് ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ ആ രീതിയിൽ കുറച്ച് മാറ്റിയിട്ട് ഞങ്ങൾക്കുള്ളതല്ലാതെ തന്നെ എടുക്കുകയാണ് ചെയ്യുന്നത്. കപ്പ വെന്തോ എന്നുള്ളത് നോക്കുന്ന പരിപാടിയാണ് ഇത് കേട്ടോ. അത് ഇങ്ങനെ പണ്ട് മുതൽ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. വെന്തോ നോക്കാം, ഒരു പാത്രത്തിൽ ഇങ്ങോട്ട് എടുത്തിട്ട് ഒരു കഷ്ണം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ കുറേ നേരം അത് കുറച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും. നല്ല ചൂടായിരുന്നു. നല്ല ചൂടെന്ന് പറഞ്ഞാൽ തിളച്ചുകൊണ്ടിരിക്കുന്ന കപ്പ എടുത്ത് വായിക്കകത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കണ്ടു നോക്കണം. ഞാൻ എടുക്കുമ്പോൾ തണുത്തല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തിന്നുന്നത്. പക്ഷേ നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ടെടുത്ത കപ്പയും മാറ്റി ബാക്കി ഞങ്ങൾക്കുള്ളതും എടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ കപ്പ റെഡി ആയി കഴിഞ്ഞിട്ട് ഞാൻ ബീഫും കഴുകി കൊടുത്തിട്ട് ഞാനിപ്പോൾ അങ്ങ് പോകും. അപ്പോൾ സവാള എല്ലാം അരിഞ്ഞ് വെച്ച് ഇനിയിപ്പോൾ അവൾ വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ കുക്കറിൽ തന്നെയാണ് ഇത് വെക്കുന്നത്. ഞാൻ ബീഫൊക്കെ കഴുകി വെച്ചു. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് എല്ലാം കൊടുത്തിട്ടുണ്ട്. അവളിനി കുക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാൻ 1/2 കിലോ ബീഫ് വാങ്ങിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളിത് ഈ ഒരു കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല, എൻ്റെ ജോലി തീർന്നല്ലോ. അതുകൊണ്ട് ഞാനിനി അങ്ങ് പോവാണ്, TV കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ കേശപ്പനാണെങ്കിൽ അവിടെ TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ്. ഇടയ്ക്ക് ചെറിയൊരു പനിക്കോളൊക്കെ ഉണ്ടായിരുന്നു. പനിയാണ്, നാളെ ഇനി എങ്ങനെ സ്കൂളിൽ പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. തലവേദനയുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് TV കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സിനിമയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രേമലു. ഈ ഏഷ്യാനെറ്റ് മൂവിക്കകത്ത് എപ്പോഴും ഈ പ്രേമലു വരും. അത് കണ്ടുകൊണ്ടിരിക്കലാണ് ഈ കേശപ്പൻ്റെ പരിപാടി കേട്ടോ. എപ്പോഴും കാണും. 2K കിഡ്സിൻ്റെ മൂവിയാണെന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും. കേശുവിന് ഭയങ്കര ഇഷ്ടമാണ് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇരുന്ന് ചിരിക്കുന്ന കാണാം. എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു പനിയൊന്നും ഇപ്പോൾ ഇല്ല, നാളെ സ്കൂളിൽ പോകണമെന്നൊക്കെ ചോദിക്കുമ്പോൾ പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ പോകണ്ടെന്ന് പറഞ്ഞാൽ പോകണ്ട, അത്രയേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാനും അവിടെ ഇരുന്ന് കുറച്ച് നേരം ഇരുന്ന് സിനിമയൊക്കെ കണ്ടു. കുറച്ച് ദിവസം, എനിക്ക് തോന്നുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ സിനിമ ഇതിൽ വന്നതേ ഉള്ളൂ കേട്ടോ. ഇന്ന് വന്നാലും നാളെ വരുന്ന ഉടനെ വരുന്ന് കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ ബീഫൊക്കെ ആകുന്നവരെ ഞങ്ങൾ സിനിമ കണ്ടു. പിന്നെ ഇന്നിനിയും വെയിറ്റിംഗ് നമ്മുടെ ലാലേട്ടൻ്റെ ബിഗ് ബോസിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഞായറാഴ്ച ആകുമ്പോഴത്തേക്കിന് ബിഗ് ബോസ് കാണാനുള്ള വെയിറ്റിംഗ് വേറെ ഒന്നുമല്ല, നമ്മുടെ ലാലേട്ടനെ കാണാമല്ലോ എന്നുള്ളൊരിതാണ് കേട്ടോ. അപ്പോഴാണ് അമ്മ വന്നു.
അപ്പോൾ മഴയൊക്കെ ആയിരുന്നുകൊണ്ട് അമ്മ ഇന്ന് ഇച്ചിരി താമസിച്ചാണ് വന്നത് കേട്ടോ. അപ്പോൾ കേശപ്പം ഓടിപ്പോയി നോക്കുകയാണ് ഇന്ന് എന്തെങ്കിലും കളിപ്പാട്ടോ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ഓടിപ്പോയി നോക്കുന്നത്. അപ്പോൾ ഒന്നും കൊണ്ടുവന്നില്ല എന്നവന് മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ വന്ന പാടെ നേരെ അടുക്കളയിലോട്ടാണ് പോകുന്നത്. അമ്മ പറഞ്ഞു ഇന്ന് എന്തോ ഇവിടെ സ്പെഷ്യൽ കുക്കിംഗ് ഒക്കെ ഉണ്ട്, മണം അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ പോയി നോക്കുന്നേ. അപ്പോൾ ഇന്നിവിടെ കപ്പയൊക്കെ വെക്കുന്ന കാര്യമൊന്നും അമ്മ അറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും കൊണ്ടുവരുന്ന പോലെ തന്നെ അവിടെ ഉണ്ടാക്കുന്ന സാധനം ഇവിടെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അതേ ആവി പറക്കുന്ന പുട്ടാണ്. ഇതിലിപ്പോൾ ഗോതമ്പ് പുട്ടും അരിപ്പുട്ടും ഉണ്ട് കേട്ടോ, 2 പുട്ടും കൂടിയാണ്. അപ്പോൾ നമുക്ക് കപ്പയും പുട്ടും ഒക്കെ കഴിക്കാം. പുട്ടും ബീഫും ഒക്കെ അടിപൊളിയാണല്ലോ. അപ്പോൾ അതേ ബീഫൊക്കെ അവൾ രമ്പയിലയൊക്കെ ഇട്ടു. ഇനി ബീഫ് മസാലയൊക്കെ ചേർത്ത് ഇനി അടച്ചു വെച്ച് വേവിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമ്മുടെ ബീഫൊക്കെ ആയതിന് ശേഷം ആദ്യമേ ഇന്ന് അവൾ ഈ തേങ്ങാക്കൊത്ത് വറുത്ത് ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ അവസാനം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങാക്കൊത്തൊക്കെ വറുത്തൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മുടെ ബീഫിനകത്ത് തേങ്ങാക്കൊത്തും കൂടി ഇട്ടാലല്ലേ ഭയങ്കര ടേസ്റ്റ് ഉള്ളൂ. തേങ്ങാക്കൊത്തും കൂടി വറുത്ത് ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് ചൂടാക്കി വറ്റിച്ചൊക്കെ എടുത്ത് കേട്ടോ. നമ്മൾ തേങ്ങാക്കൊത്ത് ആദ്യമേ വറുത്തിടേണ്ടതായിരുന്നു, അപ്പോൾ മറന്നുപോയല്ലോ. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് വറ്റിച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് ഒക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ ബിഗ് ബോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നാണ് കപ്പയും പുട്ടും ഒക്കെ ബീഫും കൂട്ടി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.